ഇനി എൻ്റെ ഐഫോൺ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ നിന്ന് ജസ്റ്റ് ലോസ്റ്റ് ഐഫോൺ എന്നൊരു മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഐഫോൺ ഇരിക്കുന്ന ലൊക്കേഷൻ എനിക്ക് മെസ്സേജ് ആയിട്ട് വരും. ഇത് മാത്രമല്ല ആ ഒരു ഒറ്റ മെസ്സേജിലൂടെ ലോ പവർ മോഡ്, ബ്ലൂടൂത്ത്, മൊബൈൽ ഡാറ്റ, വൈഫൈ ഇതെല്ലാം ടേൺ ഓൺ ആവും. ഇത് നിങ്ങളുടെ ഐഫോണിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ കാണുന്ന ലിങ്കിൽ ടാപ്പ് ചെയ്തിട്ട് ഈ ഒരു ഷോർട്ട് കട്ട് നിങ്ങളുടെ ഐഫോണിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഷോർട്ട് കട്ടിൻ്റെ ഓപ്ഷൻസ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു റെസിപ്പിയൻസ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടാവും. അവിടെ ടാപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെയോ അല്ലെങ്കിൽ ഫാമിലിയുള്ള ആരുടെങ്കിലും കോൺടാക്ട് ഇവിടെ ആഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഡണ്ണിൽ ടാപ്പ് ചെയ്തിട്ട് ഓട്ടോമേഷൻ എന്നുള്ള സെക്ഷനിലേക്ക് വന്നിട്ട് ഇവിടെ ന്യൂ ഓട്ടോമേഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഇവിടെ സെർച്ചിൽ മെസ്സേജ് സെർച്ച് ചെയ്തിട്ട് ഈ കാണുന്ന ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ സെൻഡർ എന്നുള്ള അവിടെ വീണ്ടും നിങ്ങളുടെ ഫാമിലിയുടെയോ അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെയോ നമ്പർ ഇവിടെ ആഡ് ചെയ്യുക. അതിനുശേഷം മെസ്സേജ് കണ്ടെയ്ൻസ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ ലോസ്റ്റ് ഐഫോൺ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഡണ്ണിൽ ടാപ്പ് ചെയ്യുക. റൺ ആഫ്റ്റർ കൺഫർമേഷൻ ആയിരിക്കും ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാവുക. അത് ചേഞ്ച് ചെയ്തിട്ട് റൺ ഇമീഡിയറ്റ്ലി ആക്കിയിട്ട് മാറ്റുക. എന്നിട്ട് നെക്സ്റ്റിൽ ടാപ്പ് ചെയ്തിട്ട് ലോസ്റ്റ് ഐഫോൺ എന്നുള്ള ഈ ഒരു ഷോർട്ട് കട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഐഫോണിൽ ഫിസിക്കൽ സിം ആണെങ്കിൽ ഊരിക്കളയും, ഈ സിം ആണെങ്കിൽ ഊരിക്കളയാനായിട്ട് പറ്റില്ല. ആൻഡ് ഒന്നുകൂടി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിംഗ്സിൽ ഫേസ് ഐ ഡി ആൻഡ് പാസ്കോഡ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് കൺട്രോൾ സെന്റർ എന്നുള്ള ഈ ഒരു ടോഗിൾ ഓഫ് ആക്കി വെക്കുക. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോക്ക് സ്ക്രീനിൽ നിന്ന് കൺട്രോൾ സെന്റർ ആക്സസ് ചെയ്തിട്ട് ഫ്ലൈറ്റ് മോഡിലേക്ക് ഇടാനോ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ ഓഫ് ചെയ്യാനോ അവർക്ക് സാധിക്കില്ല.